നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ കിണ്ണം കാച്ചിയ വീടാണ്. കിടിലൻ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇത്തരം വീട് കണ്ടകളിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് 2-3 വീടുകളുള്ളൂ. അതിനകത്ത് ഈ വീട് ഒരു കിടിലൻ വീടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന, എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന, കാണിക്കാൻ പോകുന്ന വീട് ഇതാണ്. അപ്പോൾ ഈ വീട് എവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ വീട് ഉള്ളത് കുക്കാട്ടുപിടി ജംഗ്ഷനിൽ നിന്നും 250 മീറ്റർ അകത്തേക്ക് മാറിയിട്ടാണ് ഈ വില്ല വരുന്നത്. ഈ വീട് പണിത ടീമിൻ്റെ ഒരു മുന്നേ ഒരു വില്ല നമ്മൾ ചെയ്തായിരുന്നു. അത് വിറ്റുപോയി. നമ്മളെല്ലാം വിറ്റത് വേറൊരു ടീമാണ് വിറ്റത്. അപ്പോൾ അവരുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഈ പറഞ്ഞ ഏരിയയിൽ വരുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇതൊരു കിടിലൻ വില്ലയാണ്. 4,100 സ്ഥലമുണ്ട്. 4,100 സ്ഥലവും 2020 സ്ക്വയർ ഫീറ്റുമാണ് ഈ വില്ല വരുന്നത്. ഈ വില്ലയിൽ കണ്ടമാനം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറയാം. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഒരു വലിയ ഗേറ്റാണ്. ടാർ റോഡാണ് നമ്മളുടെ ഫ്രണ്ടിൽ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ചെയ്തേക്കുന്ന ടാർ റോഡാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഗേറ്റാണ്. ഈ ഗേറ്റിൽ നമുക്ക് ചെയ്തിരിക്കുന്ന ഇത് നോക്കി കണ്ടില്ലേ, ഒരു ആർച്ച് നമുക്ക് വെച്ചേക്കണണ്ട. അങ്ങനെ ഇതിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മതിലിൽ തന്നെ ചെയ്തേക്കണില്ലേ, ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തേക്കണില്ലേ, ഇതൊരു കിടിലനാണ്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സംഭവം ഇവിടെ ഉണ്ട്. എന്താണെന്നറിയോ? ഇതൊരു കിണറാണ്. നല്ല ശുദ്ധമായ വെള്ളത്തോട് കൂടിയിട്ടുള്ള കിണറാണത്. ഇവിടെ കാണിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ചെറിയൊരു മിനി അക്വേറിയമാണ്. മീനൊക്കെ ഉൾപ്പെടെയാണ് ഇത് കൊടുക്കുന്നത്. ചെറിയൊരു മിനി ഫൗണ്ടനോട് കൂടിയിട്ടുള്ള ചെറിയൊരു അക്വേറിയമാണ്. ഫൗണ്ടൻ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ, സൈഡിലൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയൊരു ഇതാണ് കാര്യം. ഇത്ര നാളും കുറേ വില്ലകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതേപോലെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് കയറി വരുമ്പോൾ കാർ പോർച്ചിലേക്ക് പോകാം. കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 7 സീറ്ററൊക്കെ സുഖമായിട്ട് ഇവിടെ കിടക്കും. ഒരു ചെറിയ കാറ് ഈ സൈഡിലും കിടക്കുന്ന രീതിയിൽ ഒരു കിടിലൻ കാർ പോർച്ചാണ്. ഈ ഗാർഡനൊക്കെ സൈഡിൽ ഡിസൈൻ ചെയ്തേക്കുന്നുണ്ടല്ലേ. സാധാരണ രീതി എന്ന് പറഞ്ഞാൽ അവിടെ സൈഡിൽ ഇങ്ങനെ കട്ടി തിരിച്ചിട്ട് സൈഡിൽ ഒരു ഗാർഡൻ പോലെ ഇഷ്ടിക വെച്ച് ഒരു കട്ട ഇങ്ങനെ വെച്ചിട്ട് കെട്ടി തിരിച്ചിട്ടൊക്കെയാണ് ഗാർഡൻ പണിയുന്നത്. പക്ഷെ ഇത് ഒരു വ്യത്യസ്തമായിട്ട്, എൻ്റയർലി നമ്മളൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ വീട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സ്റ്റെപ്പ് ആയാലും സിറ്റ് ഔട്ടിൻ്റെ ഒരുപാട് സ്ഥലം പോകാത്ത രീതിയിൽ സ്റ്റെപ്പ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു പ്രോപ്പർ ഒരു ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനറിൻ്റെ ഒരു സാന്നിധ്യം പ്രോപ്പറായിട്ട് അവരുടെ ഒരു ഹെൽപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് ഈ പുറത്ത് വിശേഷങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞാൻ ലെങ്തി ആക്കുന്നില്ല. പിന്നെ സൈഡിലൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ബ്ലോക്കുകൾ ഇതേപോലത്തെ ഈ സ്റ്റോൺ വിരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ബേബി മെറ്റൽ വെച്ചിട്ടുണ്ട്. ഇവൻ ടാപ്പ് ഉൾപ്പെടെ നല്ല കിടിലൻ ടാപ്പാണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ. പിന്നെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല പറയാനായിട്ട്. നമുക്കിനി അകത്തേക്കുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ആരെങ്കിലും ഈ വീട് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് കാണണം, പാദരക്ഷകൾ പുറത്തിടുക. ഇപ്പോൾ ഏതൊരു പുതിയ വീട് കാണാൻ ചെല്ലുമ്പോഴും ഇത് ശ്രദ്ധിക്കുക, പാദരക്ഷ പുറത്ത് വരണം, അല്ലെങ്കിൽ അവർ ക്ലീൻ ആക്കി ഇട്ടേക്കണതാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാനുള്ള ഒരു കിടിലൻ പാനലിങ് ആൻഡ് ഒരു ഹെവി ഡോറാണ്. ഈ ഡോറിൻ്റെ ഈ ഒരു ഹാൻഡിൽ മരം കൊണ്ടുള്ള ഒരു ഹാൻഡിലാണ്. നമ്മൾ ഇതേവരെ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ഹാൻഡിൽ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇതേപോലെ സാധനങ്ങൾ കോപ്പി അടിക്കാനെങ്കിൽ കോപ്പി അടിച്ചിട്ടോ. കുറേ കാര്യങ്ങൾ കോപ്പി അടിക്കാൻ ഈ വീട്ടിലുണ്ട്. അപ്പോൾ പുതിയ വീടുകൾ പണിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻസ് കോപ്പി അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ കാണിച്ചു തരാം, അതിനത് കോപ്പി അടിക്കാം. അപ്പോൾ അകത്തേക്ക് കയറാം. അപ്പോൾ അകത്തേക്ക് നമ്മൾ കയറിയിട്ടാ. അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാൾ നമ്മൾ കുറേ
കുറേ ഡിസൈനുകൾ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, കുറേ വില്ലാസ് കണ്ടിട്ടുണ്ട്, അതിനകത്ത് കുറേ ഡിസൈൻസ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇത് പറഞ്ഞ പോലെ കോപ്പി അടിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ പണിയാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇതിൻ്റെ ഏകദേശം ഡിസൈൻ ചെയ്ത ആൾക്കാരുടെ നമ്പർ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പ്രോപ്പറായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കും. ഇപ്പോൾ എസ്പെഷ്യലി ഈ ഒരു ഡിസൈൻ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നേരത്തെയൊക്കെ നമ്മളൊരു സെപ്പറേഷൻ കണ്ടേക്കണം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് കുറേ വ്യത്യസ്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെനിക്കൊരു പുതിയ ഒരു ഡിസൈനായിട്ടാണ് തോന്നിയത്. പക്ഷേ കുറേ പഴയ ഇതുണ്ടെങ്കിലും ഇതൊരു പുതിയ ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഇത്രയും ഭാഗം മാത്രം ഒരു സാധനം ചെയ്തിട്ട്. അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് ഈ സൈഡിൽ നമ്മളിപ്പോൾ ഈ ഒരു ബീഡിങ് ലൈറ്റ് കൊടുത്തേക്കണമല്ലോ, ഇടയിലാക്കിയില്ല. പിന്നെ അതേ ഈ ഒരു സാധനം ഇത്രയും ഹൈറ്റിൽ ഈ ഒരു പാനലിങ് ചെയ്തേക്കുന്നത്, ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ്. ഇതേപോലെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റീലിൻ്റെ പൈപ്പ് ഇട്ടിട്ട് വിൻഡോസിൽ ചെയ്തേക്കുന്നത്, പിന്നെ ഇവിടെ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കണം കണ്ടില്ലേ. ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പിൽ നമ്മളൊരു വിൻഡോ കൊടുത്തേക്കണുണ്ടോ, ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈലാണ്. ഇത്രയും വലിയ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ബ്രാൻഡഡ് ടൈൽസാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ഇവിടെ ഒരു TV വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇവിടെ താഴേക്ക് സ്റ്റോറേജ് സ്പേസ് നോക്കി ഒരു സോക്കറ്റുകൾ കൊടുത്തേക്കുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് സോക്കറ്റ് കൊടുത്തേക്കുന്നത്. താഴത്തേക്ക് ആണ് സോക്കറ്റ് കൊടുക്കുന്നത്. സ്റ്റെയർ, നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കിടിലൻ സ്റ്റെയർസാണ്. കാര്യം ഒരു എന്താ പറയുക ഹാൻഡ് റെയിലും പ്ലസ് ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലിവിങ് ഏരിയയിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലെ വിശേഷങ്ങൾ കാണാം. ഡൈനിങ് ഏരിയയിലെ വിശേഷങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡൈനിങ് ഏരിയയിലും പറഞ്ഞുതരാനുള്ള അതിൽ ഏറ്റവും ഇതായിട്ട് എനിക്ക് തോന്നിയ ഇതാണ്. ഇത് നമ്മളുടെ എന്താ പറയുക മെയിൻ സ്വിച്ചിൻ്റെ യൂണിറ്റാണ്. അതുവരെ നമ്മൾ പാനൽ ചെയ്ത് കൊടുത്തേക്കണം. കണ്ടില്ലേ, ഒരു കിടിലൻ ഡിസൈനാണ്. പിന്നെ ഒരു പാഷ്യോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഓപ്പണിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ഇൻഡോർ പ്ലാന്റ് അല്ല കേട്ടോ, ഒറിജിനൽ പ്ലാന്റ് ആണ് കേട്ടോ. ഒറിജിനൽ മറ്റേ ഇല്ലിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു നടക്കാൻ പറ്റുന്ന രീതിയിൽ മഴകളൊക്കെ വീണാലും അത് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീലിംഗ് ആണ്. കിടിലൻ സീലിംഗ് ആണ്. സൈഡിൽ 2 വുഡൻ്റെ ഇത് കൊടുത്തിട്ട് ഉള്ളിൽ LED കൊടുത്തിരിക്കുന്ന വീഡിയോ. അടുത്ത ജാഗ്വാറിൻ്റെ ഒരു ഫിറ്റിങ്സ് ആണ് ഇവിടെ കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ കിടിലനാണ്. കിടിലൻ ഈ ഒരു വുഡൻ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു വെറൈറ്റി ഡിസൈനാണ്. ഇവിടെ ഒരു ഹാങ്ങിങ് ബൾബ് കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മെയിൻലി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഹോളിലത്തെ കാര്യങ്ങൾ. പിന്നെ അടുത്തത് നമുക്ക് ഇവിടെ പറഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സംഭവം ഒരു പ്ലാന്റാണ്, ഇൻഡോർ പ്ലാന്റാണ്. ഒറിജിനൽ പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റെയേഴ്സാണ്. സ്റ്റേഴ്സ് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റേഴ്സൊക്കെ കിടിലൻ ഒരു ബ്ലാക്കിൽ കൊടുത്തിട്ട് നല്ല രസമാണ്. ഞാൻ സ്റ്റേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാനുണ്ട്. ഈ ഒരു ഡിസൈനും ആ ഒരു ബൾബും പിന്നെ ഒരു പർഗോളയിൽ ചെയ്തിരിക്കുന്നത് കിടിലൻ സാധനമല്ലേ. അപ്പോൾ ഇവിടുത്തെ നമുക്കൊരു ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. കിടിലനാണ് കേട്ടോ. അതായത് വലിയ ബെഡ്റൂം അതിൻ്റെ ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റിക്കർ വർക്കാണ്, പക്ഷേ അതൊരു കോമ്പിനേഷനൊക്കെ നോക്കി കിടിലൻ കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ കബോർഡുകൾ പറഞ്ഞുതരാനുള്ളത് 2 2 ഡോർ കബോർഡാണ്. ബട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോ ഉൾപ്പെടെ പാനൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പൈസ അതിനകത്ത് ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സൈഡിലും ഒരു വിൻഡോ വരുന്നുണ്ട്. ഇതും പാനൽ ചെയ്തിട്ടുണ്ട്.
ഇവിടെയും ഒരു കബോർഡ് വരുന്നുണ്ട്. ഇതൊരു ഡ്രസ്സിങ് ഏരിയ ആണ് കബോർഡ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇവിടെ പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഡോറ് ബാത്റൂമിൻ്റെ ഇതും ബ്രാൻഡഡ് ആണ്. വയേഴ്സും സ്വിച്ചസും ഒക്കെ ബ്രാൻഡഡ് ആണ് കേട്ടോ. വി ഗാർഡിൻ്റെ സ്വിച്ചസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം ഒരു 1.5 ബാത്റൂമാണ്, കണ്ടില്ലേ. ജാഗ്വറിൻ്റെ ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ജാഗ്വർ ടോയ്ലറ്റ് ജാഗ്വർ. ഇതിവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്ന വില്ലകളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. ഒരു കുളിക്കാൻ ഏരിയയിലും ടോയ്ലറ്റിൻ്റെ ഏരിയയിലും. ഇത് ജോൺസന്റെ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ബ്രാൻഡഡ് ആണ്. അപ്പൊ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാത്റൂമാണ്, വെറൈറ്റി ബാത്റൂമാണ്. അടുത്ത് നമുക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്താണ്? കിച്ചണിൽ നമുക്ക് കാണണ്ടേ എന്തൊക്കെ വെറൈറ്റി ആണെന്നുള്ളത് കാണാം. കമോൺ, കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഡോറ് കാണാൻ പറ്റും, കണ്ടില്ലേ. നല്ലൊരു കിടിലൻ ഡിസൈനോട് കൂട്ടുള്ള ഒരു ഡോറാണത്. സിമ്പിൾ കിച്ചൺ. ഈ ഒരു കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ നോക്കി, വൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡുള്ള കളറ്, ഇത് വൈറ്റ് ബ്ലൂ, പിന്നെ സീലിക്കൊക്കെ വൈറ്റ്. ഒരു വൈറ്റ് കോമ്പിനേഷൻ, വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. റബ്ബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ കിച്ചൺ, പക്ഷേ കാണാൻ ഭയങ്കര നീറ്റാണ്. സിറയുടെ ടാപ്പൊക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്പിൾ കിച്ചണാണ്, പക്ഷേ ഇത് ഭയങ്കര എനിക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കര ഒരു മനസ്സുകൊള്ള പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ. സാധാരണ കിച്ചണിൻ്റെ ഒന്നും ഡോറുകളൊന്നും പോളിഷ് ചെയ്ത് കൊടുക്കില്ല, പക്ഷെ ഇവർ ചെയ്തിരിക്കുന്ന പോളിഷ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. കിച്ചണിൻ്റെ ഡോർ ഉൾപ്പെടെ പോളിഷ് ചെയ്തിട്ടുണ്ട്. കിഡിലൻ ഒരു എന്താ പറയുക ഇത് വർക്ക് ഏരിയ പോലത്തെ സംഭവം. അവിടെ അലക്ക് ചെയ്യാൻ അലക്കല്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉൾപ്പെടെ ടൈലിട്ടിട്ടുണ്ട്. ഈ ഏരിയ പ്രോപ്പറായിട്ട് ടൈലിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കാറ്റ് കൊള്ളാം ഇവിടെ ഇരുന്നാൽ. ഇത് ഷീറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാൽ കിടിലനാണ്. ഒരു കസേര ഇട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ അടുക്കളയിലും വർക്ക് ഏരിയയിലും വിശേഷങ്ങൾ. നമുക്ക് ഇനി മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മേളിലേക്ക് പോയിട്ടില്ല, ഫസ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇവരിത് കണ്ടുപിടിക്കണത് എനിക്ക് മനസ്സിലാവുന്നത്. ഇല്ലൻ ഡിസൈനാണ്, തൊട്ടഴുക്കാക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഹാൻഡ് റെയിൽ പ്ലസ് ഒരു എന്താ പറയുക അല്ലെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും രണ്ട് സൈഡും, ഒരു സൈഡ് ഭിത്തിയും മറ്റേ സൈഡ് ഹാൻഡ് റെയിലാണ് വരുന്നത്. ഇത് രണ്ട് സൈഡും വന്നിട്ട് ഗ്ലാസ് പ്ലസ് വുഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പറഗോളയിൽ ചെയ്തിരിക്കുന്ന ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പക്ഷികളൊന്നും കയറി കഷ്ടിക്കൊന്നുമില്ല. പിന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് എൻ്റെ പൊന്നോ, നിങ്ങൾ നോക്കി എന്ത് മാരക ഡിസൈനാണല്ലേ. കയറി വരുമ്പോൾ നമുക്കൊരു വലിയൊരു രാജകീയമായിട്ടുള്ളൊരു വര പോലെ എനിക്ക് തോന്നുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഇടയിൽ ഹോളുണ്ട്, ഒരു മിനി ഹോളാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ട് ഒരു വുഡൻ ടെക്സ്ചറോട് കൂടിയിട്ടുള്ള പാനലിംഗാണ് ചെയ്തിരിക്കുന്നത്. ഒരു ടേബിളുണ്ട്. നമുക്കൊരു ചെറിയ സ്റ്റഡി ഏരിയയാണിത്. അപ്പോൾ ഇതാണ് കയറി വരുമ്പോൾ ഒരു വ്യൂ. എനിക്ക് കയറി വന്നപ്പോൾ ഒരു രാജകീയമായിട്ടുള്ളൊരു പ്രൗഡി ഫീൽ ചെയ്തിട്ട്. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ്. ഇവൻ എല്ലാ ഡോറും ഉൾപ്പെടെ പോളിഷ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഡോറായാലും എല്ലാ ഡോറും പോളിഷ് ചെയ്തേക്കണം, ഒന്നും പെയിൻറ് ചെയ്തിട്ടില്ല. ഇതാണ് മുകളിലെ ഫസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ. ഈ ജനലിൽ വിൻഡോ നിങ്ങൾ നോക്കിയാൽ തുറക്കാൻ പറ്റൂല, പക്ഷേ വെളിച്ചം കിടിലനായിട്ട് കയറുന്നുണ്ട്. ഇവിടെ ഒരു രണ്ട് സൈഡും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വെളിച്ചം കിടിലനായിട്ട് കയറാൻ പറ്റുന്നവരില്ല വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ഡോർ കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ ഡോറും ബാക്കി ഒരു പകുതി ഡോറും എന്ന രീതിയിൽ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു കിച്ചൺ, ഒരു വലിയൊരു ബാത്റൂമാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷനൊക്കെ നോക്കി, ഇതൊക്കെ ബ്രാൻഡഡ് ടൈൽസിലാണ്ട് കിട്ടുള്ളൂ.
ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, ലോക്കൽ ടൈലുകളൊന്നും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കളേഴ്സ് ഒന്നും കിട്ടില്ല. സിറയുടെ തന്നെ മെറ്റീരിയൽസ് ആണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ ബാത്റൂമിൽ ഡോർ ഉൾപ്പെടെ ബ്രാൻഡഡ് ആണ്. പിന്നെ എനിക്ക് ഒരു കാണിച്ചു തരാമെന്ന് വെച്ചാൽ, ഞാൻ പറയാം എല്ലാ ഡോറുകളും പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്യാൻ എനിക്ക് നല്ല കാശ് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാൽക്കണി വരുന്നത്. ഈ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ നിങ്ങൾ നോക്കും, ഒരു പാടശേഖരമാണ്. എൻ്റെ ഒരു ഓരത്തായിട്ട് വീട് എങ്ങനെയുണ്ട്? അപ്പോൾ കണ്ടില്ലേ, ഇതൊരു ഹോളിലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വലിയൊരു വിൻഡോയാണ്. നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. നമ്മൾ നിൽക്കണ എവിടെയാണെന്ന് അറിയാമോ? രണ്ടാമത്തെ ബെഡ്റൂമാണ്. മേളത്തെ രണ്ടാമത്തെ ലാസ്റ്റ് ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഈ ബെഡ്റൂമിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ബെഡ്റൂമിനുണ്ട് ഒരു ബാൽക്കണി. ഇതാണ് ആ ബാൽക്കണി വരുന്നത്. കണ്ടില്ലേ, എന്ത് പീസാന്ന് അറിയും ഇവിടെ നിൽക്കാനായിട്ട്. ഒരു ബാൽക്കണിക്ക് ഒരു ബെഡ്റൂമിന് വേണം. ഇനി നിങ്ങൾ വീട് പണിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബെഡ്റൂമിൽ ഒരു ബാൽക്കണിക്ക് പണിയണം. അതിൻ്റെ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഇതിനകത്ത് നിൽക്കുമ്പോൾ. ഇതും താഴത്തെ പോലെ തന്നെ സെപ്പറേഷൻ കൊടുത്തിട്ടുള്ള, ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേഷൻ കൊടുത്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആൻഡ് ബാത്തിങ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. ഈ സിറയുടെ മെറ്റീരിയൽസ് ആണ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്ത് അതേ കോമ്പിനേഷൻ കളർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോളിഷ് ചെയ്തിട്ടുള്ളൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് കിടിലായിട്ട് സിമ്പിളാണ്, പക്ഷേ അത് ഭയങ്കര ഒരു നല്ല ഡിസൈനാണ്. അടുത്തൊരു നെക്സ്റ്റ് ലെവൽ ഡിസൈനാണിത്. അടുത്തത് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഓപ്പൺ ടെറസാണ്. ഓപ്പൺ ടെറസ് എന്ന് പറഞ്ഞാൽ ഇതൊരു 1.5 ഓപ്പൺ ടെറസാണ്. എന്തുകൊണ്ട് 1.5 എന്ന് വെച്ചാൽ, ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്രില്ല് വെച്ച് സേഫ്റ്റി ആക്കിയേക്കണത്. കൊച്ചുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ വന്നിരുന്ന് കളിക്കാൻ പറ്റും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പീസ് മൈൻഡാണ്, സൈലൻ്റാണ്. പിന്നെ ഭയങ്കരമായിട്ട് കാറ്റ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റൊക്കെ ഇട്ടിട്ട് പ്രോപ്പറാക്കി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചൂടോ കാര്യങ്ങളൊന്നും ഈ ഉച്ച സമയത്ത് കൂടെ വന്നിട്ട് അങ്ങനെ ചൂടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റേഴ്സും നല്ല വീതിക്കാണ് സ്റ്റേഴ്സൊക്കെ ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് വെച്ചാൽ, 4,100 സ്ഥലമുണ്ട്, 2020 സ്ക്വയർ ഫീറ്റ് ബിൽഡ് ഏരിയ വരുന്നുണ്ട്. പുക്കാട്ടുപടിയിലേക്ക് ഈ വീട്ടിൽ നിന്നും 250 മീറ്ററാണ് പുക്കാട്ടുപടി മെയിൻ റോഡിലേക്കുള്ളൂ. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 350 മീറ്ററാണ് ഉള്ളത്. അപ്പോൾ എടത്തല പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. കിഡിലം പ്രോപ്പർട്ടിയാണ്. 80 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. 4 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സ്ഥലത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ വില വന്നിട്ടുണ്ട്. 2020 സ്ക്വയർ ഫീറ്റ് ബിൽഡ് ഏരിയ ഉണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുണ്ട് ഈ വീടിൽ. 80 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ. പിന്നെ ഇത് സംബന്ധമായിട്ടുള്ള ഡിസൈൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഗ്രിഡ് ലൈൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അവരുടെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഗ്രിഡ് ലൈൻ്റെ. ഞാൻ അവരോട് ചോദിച്ചിട്ട് നമുക്ക് അവരെ പുതിയ ഡിസൈൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഇടാം, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.